എല്ലാവർക്കും ചിഞ്ചു വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാൻ പ്രിയ. നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വീട്ടിലെ പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും നമ്മൾ കടയിൽ നിന്ന് പണം കൊടുത്ത് വളം വാങ്ങാറുണ്ടല്ലേ? എന്നാൽ നമ്മുടെ അടുക്കളയിൽ നിന്ന് ദിവസവും നമ്മൾ ഒഴിച്ചു കളയുന്ന ഒരു അമൂല്യമായ ഒരു അമൃതുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഞാൻ കഞ്ഞിവെള്ളത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം നമ്മൾ ശരിയായ രീതിയിൽ കഞ്ഞിവെള്ളം ഉപയോഗിച്ചാൽ നമ്മുടെ പച്ചക്കറി തോട്ടത്തിലെ വഴുതനയും പച്ചമുളകും തക്കാളിയെല്ലാം അത്ഭുതമായി വളരുന്നത് നിങ്ങൾക്ക് കാണാം. അത് നന്നായിട്ട് കായ്ക്കുകയും പൂവിടുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉപ്പില്ലാത്ത കഞ്ഞിവെള്ളം വേണം എടുക്കാൻ. അത് 48 മണിക്കൂറെങ്കിലും നമ്മൾ പുളിപ്പിക്കാൻ വെക്കണം. അപ്പോൾ ഞാനിത് 48 മണിക്കൂർ പുളിപ്പിക്കാൻ വെച്ച കഞ്ഞിവെള്ളം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കപ്പിനാണ് എടുത്തിരിക്കുന്നത് 1 കപ്പ്. അപ്പോൾ 1 ലിറ്റർ വെള്ളത്തിൽ 3 ലിറ്റർ പച്ചവെള്ളവും കൂടി ചേർത്ത് നേർപ്പിച്ചിട്ട് വേണം നമുക്ക് തയ്യാറാക്കാൻ, ഇത് ചെടിയിലോട്ട് ഒഴിക്കാൻ. പിന്നെ നമ്മൾ കഞ്ഞിവെള്ളം എടുത്ത് വെക്കുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളിത് അടച്ച് വേണം വെക്കാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കഞ്ഞിവെള്ളത്തിൻ്റെ അകത്തൊരു ബാക്ടീരിയ വളരുന്നുണ്ട്. അത് ചെടികൾക്ക് ആവശ്യമായ ഒരു ബാക്ടീരിയയാണ്. നമ്മുടെ കഞ്ഞിവെള്ളം പുളിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ബാക്ടീരിയ നമുക്ക് മണ്ണിൽ നിന്ന് ചെടികൾക്ക് ആവശ്യമായ പോഷകം വലിച്ചെടുക്കാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഇനി നമ്മുടെ ചെടികളിലോട്ട് നമുക്കിത് നൽകാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഈ കഞ്ഞിവെള്ളം 2 ദിവസത്തിന് ശേഷം നമ്മളത് തുറക്കുമ്പോൾ അതിലോട്ടൊരു പുളിമണമാണ് നമുക്ക് വരുന്നത്. നമ്മൾ ഒരു കാരണവശാലും അത് അങ്ങനെ കൊണ്ടുപോയി നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കരുത്. അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ചെടികളുടെ വേരുകൾ വാടാനും ചെടികൾ പെട്ടെന്ന് നശിച്ചു പോകാനും കാരണമാകും. അപ്പോൾ നമ്മൾ ഇതിലോട്ട് വെള്ളം ഒഴിച്ച് നേർപ്പിക്കണം. അപ്പോൾ ഞാൻ ഇപ്പോൾ 1 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് ഞാൻ 3 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. നമുക്ക് ഈ വെള്ളം തന്നെ നമ്മുടെ ചെടികൾക്ക് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമ്മുടെ എല്ലാ പൂച്ചെടികൾക്കും നമ്മുടെ പച്ചക്കറികൾക്കും നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾ ദിവസം ഇതുപോലെ തന്നെ കഞ്ഞിവെള്ളം നമ്മുടെ ചെടികൾക്ക് വൈകുന്നേരങ്ങളിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ദിവസം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ചെടികളിൽ കായ്ക്കാനും പൂക്കാനും എല്ലാം വളരെ ഉപകാരപ്രദമാകുന്നതാണ്. അപ്പോൾ നമ്മുടെ കഞ്ഞിവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്നത് കാർബോഹൈഡ്രേറ്റുകൾ, നൈട്രജൻ, പൊട്ടാസ്യം, പിന്നെ അത് കാൽസ്യം ഉണ്ട്. നമുക്ക് നമ്മുടെ കഞ്ഞിവെള്ളത്തിൽ നമ്മൾ നിസ്സാരമല്ല കേട്ടോ. കഞ്ഞിവെള്ളം എന്ന് പറയുമ്പോൾ കഞ്ഞിവെള്ളം എളുപ്പമോ, പക്ഷെ നിസ്സാരമല്ല. അപ്പോൾ നമ്മുടെ നൈട്രജൻ എന്ന് പറയുന്നത് നമ്മുടെ ചെടികളുടെ പച്ചപ്പിനും ഇലകളുടെ വളർച്ചയ്ക്കും സഹായിക്കുന്നു. നമ്മുടെ കഞ്ഞിവെള്ളത്തിലെ ഫോസ്ഫറസ് എന്ന് പറയുന്ന ചെടികളുടെ വേരുകളുടെ വളർച്ചയ്ക്കും പൂക്കാനും കായ്ക്കാനും സഹായിക്കുന്നു. നമ്മുടെ കഞ്ഞിവെള്ളത്തിലെ പൊട്ടാസ്യം ചെടികളുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും കായ്ക്കാനും സഹായിക്കുന്നു. പിന്നെ നമ്മുടെ കഞ്ഞിവെള്ളത്തിൽ വിറ്റാമിൻ B, C ഉണ്ട്. പിന്നെ കാൽസ്യം, മഗ്നീഷ്യം, ഇരുമ്പ് സത്ത് എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ ചെടികളെ ഇതിൽ നിന്നും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുവാനും ഈ കഞ്ഞിവെള്ളം നമ്മൾ പുളിപ്പിച്ച് ഉപയോഗിക്കുമ്പോൾ ഒരു ഓർഗാനിക് ആസിഡുകൾ ഉണ്ട് നമ്മുടെ കഞ്ഞിവെള്ളത്തിൽ. അത് നമ്മുടെ ചെടികളുടെ കീടങ്ങളില്ലാതാക്കുവാനും നമ്മുടെ ചെടികളെ സംരക്ഷിക്കുവാനും അത് സഹായിക്കുന്നു. പിന്നെ നമ്മൾ ദിവസം ഇങ്ങനെ നിങ്ങൾ കഞ്ഞിവെള്ളം പുളിപ്പിച്ച് നമ്മൾ വൈകുന്നേരങ്ങളിൽ മാത്രമേ ഒഴിക്കാവൂ. അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരാഴ്ച കൊണ്ട് നിങ്ങളുടെ ചെടികൾക്ക് നല്ല രീതിയിൽ അതിൻ്റെ വളർച്ചയും ഒരു പച്ചപ്പും എല്ലാം നമുക്ക് നല്ല രീതിയിൽ കാണാം. പിന്നെ കായ്ക്കാനും ചെടികൾ പൂക്കാനും നമ്മൾ പച്ചക്കറികൾ മാത്രമല്ല കേട്ടോ, നമ്മൾ സാധാരണ നമ്മുടെ റോസയും അല്ലാത്ത ചെടികളും എല്ലാ ചെടികൾക്കും പച്ചക്കറികൾക്കും ഇത് നല്ലൊരു ഉപയോഗപ്പെടുന്ന ഒരു കഞ്ഞിവെള്ളം ഉപയോഗപ്പെടുന്ന ഒരു മാർഗ്ഗമാണ്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാവരും ഇപ്പോഴൊന്ന് ചെയ്യുക. വളരെ ലളിതവും എന്നാൽ നല്ല ഗുണകരവുമായ ഒരു വിദ്യയാണ്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് തന്നെ ഒരാഴ്ചക്കുള്ളിൽ കാണാം നിങ്ങളുടെ ചെടികൾക്ക് നല്ല പച്ചപ്പും നല്ല കരുത്തോടു കൂടി അത് വളരുന്നത് നമുക്ക് കാണാം. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഒന്ന് ഷെയർ ചെയ്യുക. ഇനി ഇതുപോലെയുള്ള കൃഷി അറിവുകളെക്കുറിച്ചുള്ള പുതിയ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുപോലെയുള്ള അറിവുകൾക്കായി നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും ഒരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം.